എല്ലാവർക്കും നമസ്കാരം. സേവനം ആരാണെന്ന് ആരും വിചാരിക്കേണ്ട, ഇത് ഇവിടുത്തെ പുല്ല് വെട്ടുന്ന പരിപാടിയാണ്. സോ സമ്മർ ടൈം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം 3-4 മാസമായിട്ട് നമ്മൾ പുല്ലൊന്നും വെട്ടാറില്ലായിരുന്നു. കാര്യം വിൻ്റർ ടൈമിൽ ഇവിടെ വെട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ സമ്മർ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുല്ലെല്ലാം ഒന്ന് വെട്ടി സെറ്റാക്കിയായിരുന്നു. അതിനുശേഷം ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരുന്നത്. കാര്യം അറ്റ്ലീസ്റ്റ് സമ്മർ ആകുമ്പോൾ ഒരു 2-3 ആഴ്ച കൊണ്ട് തന്നെ പുല്ലൊക്കെ പെട്ടെന്ന് വളർന്നു വരും. നമ്മൾ സ്ഥിരം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ ആരെങ്കിലും കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കൗൺസിലിൽ നിന്ന് ഫൈൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒത്തിരി വലുതായാൽ മാത്രം. പിന്നീട് എന്തായാലും ബാക്കിലെയും കുറച്ച് ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. അതിൻ്റെ കൂടെ ഒറ്റയ്ക്ക് പണിയെടുക്കണ്ടെന്ന് പറഞ്ഞ് കെട്ടിയോളെയും കൂടി വിളിച്ചു. അവളും വന്ന് കുറച്ച് നേരം പുല്ലൊക്കെ വെട്ടി. മെയിനായിട്ട് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പുല്ല് വെട്ടിയതിന് ശേഷം ലാൻഡ് ഒന്ന് സെറ്റ് ചെയ്യണം, കുറച്ച് വിത്തും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. കാര്യം ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് എന്തെങ്കിലും കൃഷി അങ്ങനെയുള്ള സംഭവം ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് ഈ സമ്മർ ടൈമാണ്. ഇനി ഒരു നെക്സ്റ്റ് ഒരു 4-5 മാസം നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും. ആദ്യം തന്നെ എന്താന്ന് പറഞ്ഞാൽ സൈഡിൽ നമുക്ക് വിത്തിടാൻ ഏത് ഏരിയ ആണ് വേണ്ടത് അത് നമ്മളൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെയുള്ള പുല്ലെല്ലാം മാറ്റി ആ ലാൻഡ് ഒന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുറത്തു നിന്ന് മണ്ണും കമ്പോസ്റ്റും കിട്ടുന്നതായിരിക്കും. ഇതും കൂടി ചെയ്ത് മിക്സ് ചെയ്ത് വേണം ലാൻഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ ആ ഒരു വിത്ത് നല്ലപോലെ അതിനകത്ത് പിടിച്ചു വരുത്തുള്ളൂ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് വിത്തുകൾ ഓരോ ചെറിയ പാത്രത്തിലോട്ട് ആക്കിയതിന് ശേഷം ഒന്ന് മുളച്ചു വന്നതിന് ശേഷം മണ്ണിലോട്ട് മാറ്റാവുന്നതാണ്. ഈ ഇടുന്ന വിത്തെന്ന് പറയുന്നത് ബട്ടർഫ്ലൈ, ബീസ് ഇങ്ങനെയുള്ളതിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫ്ലവറാണ്. അതെന്തായാലും ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സീസണാണ് ഈ മാർച്ച് ഏപ്രിൽ ടൈം. എന്തായാലും അത് വൺസ് ഇനി ബ്ലോം ആയതിനു ശേഷം ഞാൻ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അതേപോലെ ഒരു 2-3 സ്പോട്ട് ഓൾറെഡി ഞങ്ങൾ ലാൻഡിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇച്ചിരി വലിയ കോട്ടിയാടായത് കാരണം തന്നെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ചെയ്തു. അതിന് ക്ഷീണമായത് കാരണം എല്ലാവരും ഓരോ ജ്യൂസും കുടിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഏകദേശം ആ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നാട്ടിൽ നിന്ന് വൈഫ് ഒരു ഊഞ്ഞാലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഊഞ്ഞാലിനി കെട്ടണം, അതാണ് നെക്സ്റ്റ് ടാർഗറ്റ്. ആ മരത്തിൻ്റെ ചുവട്ടിലുള്ള ചപ്പും ചവറും എല്ലാം വാരി കളഞ്ഞു. അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഊഞ്ഞാല് കെട്ടുന്ന പരിപാടിയിലേക്ക് തുടങ്ങി. ഇനിയിപ്പോൾ സമ്മർ ആകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് അറൗണ്ട് 20 ഡിഗ്രീസ് മേലിഞ്ഞോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ഒരു സമയത്ത് നമുക്കൊരു ചെറിയ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് പോലെ ഇത് ചെയ്യാവുന്നതാണ്. കെട്ടിയതും തന്നെ എല്ലാവരും അതിനകത്തോട്ട് കയറി കിടന്നു. അങ്ങനെ സംഭവം എന്തായാലും സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നീട് മെയിൻ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ഇത് നനയാൻ ചാൻസ് ഉണ്ട്. അതിന് സിമ്പിളായിട്ടൊരു മാജിക്ക്, ജസ്റ്റ് ഒരു കറുത്ത കവർ എടുക്കുക, ഈ സംഭവം ചുരുട്ടി അതിനകത്തോട്ട് വയ്ക്കുക, ടേപ്പ് ചെയ്ത് വയ്ക്കുക. പിന്നെ ആവശ്യമുള്ളപ്പോൾ മാത്രം ഓപ്പൺ ചെയ്താൽ മതിയാവും. അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം പിന്നീട് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിത്തിൻ്റെ പ്രിപ്പറേഷനാണ്. വിത്ത് ഓൾറെഡി കുറച്ച് നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്നും കുറച്ച് മേടിച്ചായിരുന്നു. അപ്പം ഞാൻ കമ്പോസ്റ്റ്, സോയില് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അത് ചെറിയ ചട്ടികളിൽ കുറച്ചാക്കി, പിന്നീട് ഒരു തെർമോക്കോൾ ഉണ്ടായിരുന്നു, അതിലും കുറച്ച് മണ്ണാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഓരോന്നിലേക്കും നമ്മൾ പലതരം വിത്തിട്ട് കൊടുത്തായിരുന്നു. ഒന്ന് പച്ചമുളക്, ചീര, പടവലം, പിന്നെ തണ്ണിമത്തൻ, ബീൻസ്. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ പിടിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ളതാണ് പൊട്ടറ്റോ, ക്യാരറ്റ്, ബീൻസ്. അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ നല്ലപോലെ കളിക്കുന്നതായിരിക്കും. പിന്നെ അത് മണ്ണിൽ പണിഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്തെ ഒരു ട്രഷർ ഹണ്ട് പോലെ ഒരു മൊബൈലിൻ്റെ ഡിസ്പ്ലേ കിട്ടിയായിരുന്നു. അതാ ഇനി വല്ല നിധി കിട്ടിയാലോ എന്ന് പറഞ്ഞ് ആഞ്ഞു കുഴിക്കാൻ നിന്നില്ല. പിന്നീട് കുറച്ചുള്ള നമ്മുടെ കയ്യിലിരുന്ന കുറച്ച് ചെടികളെല്ലാം ഒന്ന് റീപോർട്ട് ചെയ്യണമായിരുന്നു. കാര്യം ഇതെല്ലാം കുറച്ചും കൂടി വലിയ ഇതിലോട്ട് മാറ്റണമായിരുന്നു. അതും എല്ലാം ചെയ്തു. അവസാനം പണിയായുധങ്ങളൊക്കെ കഴുകി ഉണക്കുന്ന ഒരു പരിപാടിയിലോട്ട് ചെന്നെത്തുകയായിരുന്നു ചെയ്തത്. എന്തായാലും എല്ലാം കുത്തിയിരുന്ന് പരിപാടിയെല്ലാം തീർന്നു. രാവിലെ തുടങ്ങിയ പരിപാടി ഏകദേശം തീർന്നപ്പോൾ വൈകിട്ടായിരുന്നു. പറയുമ്പോൾ എളുപ്പമായിരുന്നു, പക്ഷേ നല്ല കട്ടയും പണം വളയുന്ന പരിപാടിയായിപ്പോയി എന്തായാലും ആ പരിപാടിയെല്ലാം തീർത്തു. വിത്തുകളെല്ലാം ഇട്ടിരുന്ന പണിയായുധങ്ങളെല്ലാം കഴുകി ഉണക്കാനും ഇട്ടിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പല ഇതിട്ടായിരുന്നു: വെള്ളരിക്ക, പച്ചമുളക്, ചീര, പിന്നീട് വേറെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു, പാലക്ക്. എന്തായാലും ഇനി ഇതെല്ലാം ഒന്ന് കിളിച്ച് വരുമ്പോഴത്തേക്കും ഞാൻ അടുത്ത ഒരു വീഡിയോ കൂടി ഇടുന്നതായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം ആദ്യം ചെറിയ പോട്ടിലോട്ടാക്കിയാണ് വെച്ചേക്കുന്നത്. അതൊരു സെക്യൂർഡ് ഏരിയയിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കിളിച്ച് വന്നതിന് ശേഷം ഇത് നേരെ മണ്ണിലോട്ട് മാറ്റുന്നതായിരിക്കും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നതായിരിക്കും. പിന്നീട് ഒരു ഹാർവെസ്റ്റിൻ്റെ സെക്ഷനും. ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി ഇനിയും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.